ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 12-ാം തീയതി 347-ാമത്തെ ദിവസത്തിലെത്തി. ഇനി 20 ദിനങ്ങൾ കൂടിയാണ് ഈ ആണ്ട് കടന്നുപോകാനായിട്ട് ഉള്ളത്. വിരസതയുടെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതീക്ഷിക്കാനായിട്ട് പുതുതായിട്ട് ഒന്നുമില്ലാത്ത ആ ദീർഘ നാളുകൾക്കൊടുവിൽ ദൈവത്തെ ശരിയായ വിധത്തിൽ കണ്ടുമുട്ടിയ വൃദ്ധ ദമ്പതികളായ സക്കറിയ, എലിസബത്ത്, ഇവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ 3-ാം സുവിശേഷം വിശുദ്ധനായ ലൂക്കോസ് ആരംഭിക്കുന്നത് പോലും. അപ്പൊ ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള പരാമർശം ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലെ അംഗമെന്ന നിലയിൽ, ഒരു കുടുംബത്തിന്റെ ഭാഗമെന്ന നിലയിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടും വായിച്ചും ധ്യാനിച്ചും എടുക്കേണ്ടതാണ്. അങ്ങനെ ദൈവത്തെ യഥാർത്ഥ അവസ്ഥയിൽ കണ്ടെത്താനായിട്ട്, അതൊരു വലിയ ദൈവ അനുഭവമായി മാറാനായിട്ട് ഒരു കാലവും സമയവുമൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും ദൈവം തരുന്ന വലിയ സുവർണ അവസരങ്ങളായിട്ട് കാണേണ്ടതാണ്. കാണാതെ പോകുന്നു എങ്കിൽ എന്തൊരു നിന്ദയാണ് അവനവനോട്, പരിസരത്തോട്, പ്രപഞ്ചത്തോട്, ഉടയവനോടൊക്കെ പുലർത്തുന്നത്. ബലിപീഠത്തിങ്കല് ധൂപാർപ്പണത്തിൽ ആയിരിക്കുന്ന ഒരു പുരോഹിതനാണ് ദൈവത്തിന്റെ ഇടപെടലുണ്ടാവുന്നത്. ദൈവത്തെ സക്കറിയ ഈ ഒരു വിധത്തിൽ കണ്ടുമുട്ടുന്നത് ബലിപീഠത്തിൽ വെച്ചാണ്. ദൈവം അയച്ച ദൂതൻ തന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. സക്കറിയ നീതിമാനും ദൈവപ്രമാണങ്ങളിൽ നിഷ്ഠയുള്ളവൻ ആയിരുന്നിട്ടും മക്കളില്ലാത്തതിൻ്റെ ദുഃഖം പേറുന്നു എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കാര്യമായി ഒന്ന് വിചാരിച്ചതാണ്, കണ്ടെത്താനായിട്ട് ശ്രമിച്ചതാണ്. വന്ധ്യതയോ രോഗങ്ങളോ സഹനങ്ങളോ ഒന്നും ആരുടെയും വഴിതെറ്റിയ ജീവിതത്തിന് കിട്ടുന്ന ദൈവത്തിൻ്റെ ശിക്ഷയല്ല എന്ന് പറഞ്ഞാണല്ലോ ഈ സുവിശേഷം ആരംഭിക്കുന്നത്. അതൊരു വലിയ ആശ്വാസമാണ് കേട്ടോ. വലിയൊരു തണുപ്പ് നിറഞ്ഞ അനുഭവത്തിലേക്ക്, ഒരു സ്വസ്ഥതയുടെ താഴ്വരയിലേക്കുള്ള പ്രവേശനം കൂടിയാണ്. പൊതുവെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ മുഴുവൻ മാറി നിന്ന് ആരെല്ലാമോ എണ്ണി തിട്ടപ്പെടുത്തി ഒരു നിഗമനത്തിലെത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ കടുത്ത ശിക്ഷയാണത്. എന്നാൽ ഈ ഒരു കുടുംബം എന്തുമാത്രം നീതിനിഷ്ഠയിലും ദൈവപ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുന്നതിൽ ഉത്സാഹമുള്ളവരും ഉത്തരവാദിത്തമുള്ളവരുമൊക്കെ ആയിരുന്നു. അവരുടെയും ജീവിതത്തിൽ കഠിനമായ ചില സഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്, ഇതൊക്കെ മനുഷ്യ ജീവിതം പല കാര്യങ്ങളിൽ കടന്നു പോകേണ്ടി വരും, അവയെ നേരിടാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നൊക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തലല്ലേ. ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമായോ ദൈവത്തിന് എപ്പോഴെങ്കിലുമൊക്കെ ഇടപെടാനായിട്ടുള്ള ഒരു നിമിത്തമായോ ആണ് ജീവിതത്തിലെ ഓരോ സഹനങ്ങളെയും നമ്മൾ കാണേണ്ടത്. അത് വന്ധ്യത മാത്രമല്ല, രോഗങ്ങളും എന്തുമാത്രം സങ്കടങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ഒരാൾ മറ്റൊരാളോട് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോലും പറ്റാത്ത വിധത്തിൽ അത്രമാത്രം ആഴപ്പെട്ടു പോകുന്നുണ്ട് ഓരോരുത്തരുടെയും മുറിവും അത് തരുന്ന നൊമ്പരങ്ങളുമൊക്കെ. തീർച്ചയായിട്ടും എലിസബത്തിനെ അവതരിപ്പിക്കുന്നത് പ്രായം കവിഞ്ഞവളും വന്ധ്യയും എന്ന വിശേഷണത്തോടു കൂടിയാണ്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അസാധ്യതകളുടെ ആകത്തുകയായിട്ടാണ് ഇവരെ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നിട്ടും ചില കാര്യങ്ങൾക്ക് അത്ഭുതകരമായ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. ഇനി സംഭവിക്കുന്നില്ലെങ്കിലും
സകലരുടെയും സങ്കടങ്ങൾ ദൈവത്തിൻ്റെ ഓർമ്മയിലുണ്ടെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലിനെ ഒരു സുവിശേഷമായിട്ട് നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.